ഹായ് ചങ്കള, പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഈ ഒരു വീഡിയോയിലൂടെ ഞാൻ കാണിക്കാൻ പോകുന്നത് എന്താ പറയുക, നിങ്ങൾ LP സ്കൂളിൽ ഇതുവരെ കേരളത്തിൽ ഒരു സ്കൂളിലും കാണാത്ത ഒരു അടിപൊളി സംഭവം കൊണ്ടുവന്നിട്ടുണ്ട്. അത് വേറൊന്നുമല്ല ചങ്കള, ഇത് കണ്ടങ്ങൾ കുട്ടികൾക്ക് നീന്തൽ പഠിക്കാൻ വേണ്ടിയിട്ട് അതിമനോഹരമായിട്ടുള്ള ഒരു സ്വിമ്മിംഗ് പൂൾ ഒരുക്കിയിട്ടുണ്ട് കുട്ടികൾക്ക് കിട്ടാറുണ്ട്. കുട്ടികളിങ്ങനെ നോക്കിക്കുന്നുണ്ടെങ്കിൽ ഞങ്ങളെ ഊഴം എപ്പോഴാണ്, ഞങ്ങൾക്ക് എപ്പോഴത് പഠിക്കാൻ പറ്റുമെന്ന് നോക്കുകയാണ്. അപ്പോൾ എന്തായാലും മലപ്പുറം ജില്ലയ്ക്ക് അല്ലെങ്കിൽ കേരളത്തിന് തന്നെ അഭിമാനമായ ഒരു സ്കൂളാണെന്ന് ഞാൻ പറഞ്ഞത് വെറുതെ അല്ല. ഇതുകൊണ്ടൊന്നും തീരുന്നില്ല, ഇനി ഗംഭീര എത്ര കാഴ്ചകളുണ്ട്. ഇത് കണ്ടെങ്കിൽ ഒരു ഒന്നൊന്നര ടർഫാണ് കാണുന്നത് ഫുട്ബോൾ കളിക്കാൻ വേണ്ടിയിട്ട്. അതോടുകൂടി തീരുന്നുണ്ടോ? ഇല്ല, ഇവിടെ വന്നപ്പോഴാണ് ഞാൻ അറിയുന്നത് എന്തെല്ലാം കാഴ്ചകളാണ് ഇവിടെ കാണാനുള്ളത്. നിങ്ങൾ ഇതൊക്കെ സാമ്പിൾ വെടിക്കെട്ട് മാത്രം, ഇനി നിങ്ങൾ പൂരം കാണാൻ കിടക്കണുള്ളൂ. എന്തായാലും ബഹുമാനപ്പെട്ട HM ഉണ്ട് സത്യനാഥൻ സാറ്, അദ്ദേഹത്തോട് നമുക്ക് കാര്യങ്ങൾ അങ്ങോട്ട് വിശദമായി ചോദിക്കാം. മാക്സിമം ഷെയർ ചെയ്യണേ. സാറേ നമസ്കാരം. നമസ്കാരം. ഒരുപാട് സന്തോഷം. വളരെ സന്തോഷം. എന്താ പറയാ, കുട്ടികൾക്ക് വേണ്ടി ആനന്ദിക്കാനും അല്ലേ, ആസ്വദിക്കാനും വേണ്ടിയിട്ടുള്ള ഒരുപാട് പഠിക്കാനും ഒരുപാട് കായികമായ നേട്ടങ്ങൾ കൈവരിക്കാനും അതുപോലെ കലാപരമായ നേട്ടങ്ങൾ കൈവരിക്കാനും ശാസ്ത്ര കുതുകികളാക്കി മാറ്റാനും അതുപോലെ തന്നെ ബൗദ്ധിക മേഖലയിലൊക്കെ പ്രാധാന്യം കൊടുത്തുകൊണ്ടാണ് നമ്മൾ മുന്നോട്ട് പോകുന്നത്. ഒരു സമഗ്ര വിദ്യാഭ്യാസ പരിപാടി തന്നെയാണ് ഈ വിദ്യാലയത്തിൽ. അതിൻ്റെ ലാസ്റ്റാണിപ്പോൾ നമ്മുടെ സ്വിമ്മിംഗ് പൂൾ. അതായത് എനിക്ക് തോന്നുന്നു കേരളത്തിൽ പ്രൈമറി മേഖലയിലെ അല്ലെങ്കിൽ LP വിഭാഗത്തിലെ ആദ്യ സംരംഭം ആയിരിക്കും ഈ സ്വിമ്മിംഗ് പൂൾ എന്ന് ഞങ്ങൾ കരുതുകയാണ്. ഇതിലേക്ക് എങ്ങനെയാണ് കുട്ടികൾക്കുള്ള ഒരു പരിശീലനം കാര്യങ്ങളൊക്കെ? നീന്തൽ അറിയാത്ത കുട്ടികളൊക്കെ വരും, അങ്ങനെ എന്തെങ്കിലും ഉണ്ടാവും? വരും. നീന്തൽ അറിയാത്ത കുട്ടികളുണ്ട്. അവർക്ക് ഞങ്ങൾ നീന്തൽ പരിശീലനം ഞങ്ങൾ വിളിച്ചിട്ടുണ്ട്. അപ്പോൾ അവരെ വെച്ചുകൊണ്ട് നമ്മൾ തുടക്കം തന്നെ 4ാം തരത്തിൽ, കാരണം ഇനി നമുക്ക് കുറച്ച് മാസങ്ങളേ ഉള്ളൂ, 2 മാസത്തോളേ ഉള്ളൂ. അപ്പോൾ 4ാം ക്ലാസ്സിലെ മുഴുവൻ കുട്ടികളെയും ഞങ്ങൾ 2 മാസം കൊണ്ട് അവരെ പഠിപ്പിച്ച് സർട്ടിഫിക്കറ്റ് കൊടുത്തയക്കുകയാണ് ചെയ്യുക. അതിനുശേഷം നമ്മൾ ഫ്രീ പീരീഡും അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നോക്കി 1ാം ക്ലാസ്സിലെയും 2ാം ക്ലാസ്സിലെയും 3ാം ക്ലാസ്സിലെയും ഞങ്ങളുടെ വിദ്യാലയത്തിൽ നിന്ന് ഇനി പുറത്തേക്ക് പോകുന്ന TC വാങ്ങിച്ചു പോകുന്ന ഒരു കുട്ടി പോലും നമ്മുടെ പ്രദേശത്ത്, നമ്മുടെ കുറച്ചൊരു 60% പിന്നോക്കമുള്ള ഒരു പ്രദേശമാണെങ്കിലും മുഴുവൻ കുട്ടികളെയും ഞങ്ങൾ നീന്തൽ പഠിപ്പിച്ചിട്ട് മാത്രമേ ഇവിടുന്ന് അവരെ ഞങ്ങൾ മറ്റ് വിദ്യാലയങ്ങളിലേക്ക് പറഞ്ഞയക്കുള്ളൂ എന്നൊരു ദൃഢനിശ്ചയം നമുക്കുണ്ട്. അതുമായി ഞങ്ങൾ മുന്നോട്ട് പോകും. കേരളത്തിൽ തന്നെ പ്രൈമറി മേഖലയിലെ ഈ സ്വിമ്മിംഗ് പൂൾ അത് നമ്മുടെ മാത്രം ഒരു ഭാഗ്യമായിട്ട് കരുതുകയാണ്. കുട്ടികൾ നീന്തൽ പഠിക്കുന്നത് ഏറ്റവും നല്ലതാണ് അവർക്ക്, അല്ലേ? കുഞ്ഞു പ്രായത്തിൽ അവർക്ക് എന്തെങ്കിലും സംഭവിച്ചു കഴിഞ്ഞാൽ നീന്താൻ അറിയില്ലെങ്കിൽ വെള്ളത്തിലൊക്കെ പോയിട്ട് എത്രയോ കുട്ടികൾ ജീവൻ പൊലിയുന്നതൊക്കെ നമ്മൾ കാണാറുണ്ട്. ഇവിടെ എല്ലാ സംവിധാനമുണ്ട്. നീന്തൽ പരിശീലിപ്പിക്കാൻ കൂടിയാണ് പ്രധാന ഘടകം എന്നുള്ളതാണ് ഏറ്റവും വലിയ അഭിമാനകരമായിട്ടുള്ള ഒരു കാര്യം. അതോടൊപ്പം തന്നെ കുട്ടികൾക്ക് വായിക്കാനുള്ള ലൈബ്രറി, അതുപോലെ തന്നെ കുട്ടികൾക്ക് വായിക്കാനുള്ള റീഡിംഗ് കോർണർ സംവിധാനങ്ങൾ ഇവിടെയുണ്ട്. അതോടൊപ്പം തന്നെ ഓപ്പൺ ക്ലാസ് റൂം, കുട്ടികൾക്ക് ക്ലാസ്സിൽ പഠിച്ച് വിരസത തോന്നുന്ന സമയത്ത് അവർക്ക് ഓടി വന്ന് അവർക്ക് ഊർജ്ജസ്വലതയോടെ ഒന്നുകൂടി വായിച്ച് മനസ്സിലാക്കാനുള്ള, അവർക്ക് സന്തോഷം പങ്കിട്ട് ആ വെള്ളത്തിൻ്റെയൊക്കെ കളകളാരമൊക്കെ ഏറ്റുകൊണ്ട് അവർക്ക് ഇവിടെ ഇരുന്ന് വായിക്കാനുള്ള ഒരു സംവിധാനം ഇവിടെയുണ്ട്. അതുപോലെ തന്നെ കായിക മികവ് വർദ്ധിപ്പിക്കുന്നതിന് വേണ്ടിയുള്ള ടർഫ് സൗകര്യം. കുട്ടികൾക്ക് നേരത്തെ പറഞ്ഞ സ്വിമ്മിംഗ് പൂള് പോലെ തന്നെ ഫുട്ബോൾ കൊണ്ട് ഇന്ദ്രജാലം കാണിക്കാൻ വേണ്ടിയിട്ട് യാതൊരു പരിക്ക് പോലും പറ്റാത്ത രീതിയിൽ വൻ സുരക്ഷ ഒരുക്കിയിരിക്കുകയാണ്. ഏത് രീതിയിൽ കളിച്ചാലും കുട്ടികൾക്ക് പരിക്കറ്റില്ല, അല്ലേ? കാലുകൾ കൂട്ടിയിടിക്കുമ്പോൾ എന്തെങ്കിലും പറ്റിയ അതല്ലാതെ ഇവിടെ വീണിട്ടുള്ള ഒരു പരിക്കോ കാര്യങ്ങളോ ഒന്നും പറ്റാത്ത രീതിയിൽ അത്രയും നല്ലൊരു ടർഫ് സംവിധാനം, അതും നല്ല സാമ്പത്തികം ചെലവിട്ടിട്ടാണ് ഇത് ഒരുക്കിയിട്ടുള്ളത്. ഇതിനൊക്കെ എത്ര അഭിനന്ദിച്ചാലും മതി വരില്ലല്ലേ ഈ സ്കൂളിനെ, അല്ലേ? ഇനി മാത്രമാണോ? ഇതോടുകൂടി കഴിഞ്ഞിട്ടില്ല, ഇനി എന്തെല്ലാം കാണാൻ കിടക്കുന്നു? നമ്മുടെ വിദ്യാലയത്തിൻ്റെ മറ്റൊരു മികച്ച ഉദാഹരണമാണ് നമ്മുടെ ആയുർവേദ ഔഷധത്തോട്ടങ്ങൾ. ഏകദേശം 60ഓളം ചെടികൾ വെച്ചുകൊണ്ടാണ് ഞങ്ങൾ ഇത് മുന്നോട്ട് പോകുന്നത്. അതോടൊപ്പം തന്നെ NSSൻ്റെ കോട്ടൂർ ഹയർ സെക്കൻഡറി സ്കൂളിലെ NSSൻ്റെ വിദ്യാർത്ഥികൾ ചേർന്നുകൊണ്ട്, നമ്മുടെ വിദ്യാർത്ഥികളും ചേർന്നുകൊണ്ട്, അധ്യാപകരും PTA കമ്മിറ്റികളും PTA പ്രസിഡന്റ് ഉൾപ്പെടെ ചേർന്നുകൊണ്ട് ഇതിനെ പരിപാലിക്കുകയും ഭാവിയിൽ നല്ലൊരു ഔഷധത്തോട്ടം ആക്കി മാറ്റണം എന്നുള്ള പ്രതീക്ഷയിലാണ് നമ്മൾ. അതിനോട് ഏതായാലും പ്രാവർത്തികമാക്കുമെന്ന് നമുക്കറിയാം. അതായത് നമ്മുടെ മാനേജ്മെൻറ്റും എല്ലാവരുടെയും നിസ്സീമമായ സഹകരണം നമ്മുടെ വിദ്യാലയത്തിന് ഏതവസ്ഥയിലും ഉണ്ടാകുന്നത് തന്നെയാണ് നമ്മുടെ വിദ്യാലയത്തിൻ്റെ മികച്ച നേട്ടം എന്നുകൂടിയാണ് എനിക്കിവിടെ പറയാനുള്ളത്. അതോടൊപ്പം തന്നെ നമ്മൾക്ക് തൊട്ടടുത്ത് ഇവിടെ കാണുന്നത് നമ്മുടെ വലിയൊരു പച്ചക്കറി തോട്ടമാണ്. കുട്ടികൾക്ക് രാസവളമില്ലാത്ത, കീടനാശിനി ഇല്ലാത്ത മികച്ച ജൈവവളത്തോടു കൂടിയുള്ള ഒരു പച്ചക്കറി വിത്ത് ചെടികളും അതുപോലെ തന്നെ ചീരയും കാര്യങ്ങളൊക്കെ
കുട്ടികൾക്ക് നൽകുന്നതിന് വേണ്ടിയുള്ള ഒരു സംരംഭമാണ് നമ്മുടെ പച്ചക്കറി തോട്ടം. അത് കഴിഞ്ഞ 2 വർഷങ്ങളിലായി ഞങ്ങൾ മുന്നോട്ട് പോവുകയാണ്. അതിൻ്റെ സബ് ജില്ലയിൽ തന്നെ നമുക്ക് ഏറ്റവും വലിയ അംഗീകാരം നേടിത്തന്നതാണ്. അതിൻ്റെ വിളവെടുപ്പ് ഞങ്ങൾ വലിയൊരു ആഘോഷമാക്കി മാറ്റും എന്നുകൂടി ഈ അവസരത്തിൽ അറിയിക്കുകയാണ്. കുട്ടികൾക്ക് അത് മാത്രമല്ല, ഇതുപോലെ ആനന്ദിക്കാൻ മറ്റൊരു പാർക്കും കൂടി ഇവിടെ കൊണ്ടുവന്നിട്ടുണ്ട്. അവർ ഹാപ്പി ആയിട്ട് കളിച്ച് ഉല്ലസിക്കട്ടെ എല്ലാം കൊണ്ടും അല്ലേ. ഇതൊക്കെ തന്നെ കാണുമ്പോൾ ഇത്തിരി സന്തോഷം തോന്നില്ല ഞങ്ങൾക്ക്. പടിഞ്ഞാറേക്കര AMLP സ്കൂൾ എന്ന് പറഞ്ഞാൽ ഇന്ന് കേരളത്തിന് അഭിമാനം തന്നെയാണ്. അതിവിടെ വന്നപ്പോഴാണ് എനിക്ക് കൂടുതൽ മനസ്സിലായത്. ഞാനും ഈ ഒരു സ്വിമ്മിംഗ് പൂളിൻ്റെ ഉദ്ഘാടനത്തിൻ്റെ ഭാഗമായിട്ട് ഗസ്റ്റായി വന്നതായിരുന്നു. ഇവിടെ വന്നപ്പോഴാണ് സ്കൂളിലെ എല്ലാ കാഴ്ചകളും ഞാൻ കണ്ടത്. ശരിക്കും പറയാന്നുണ്ടെങ്കിൽ ഞാൻ തന്നെ ഞെട്ടിപ്പോയി. ഞാൻ തുടക്കത്തിൽ പറഞ്ഞ പോലെ തന്നെ ഞാൻ ആദ്യമായിട്ടാണ് ഒരു സ്കൂളിൽ ചെന്നിട്ട് ഇത്രയും നല്ല നല്ല കാഴ്ചകൾ കാണുന്നത്. ഇതിനൊരിക്കൽ കൂടി ഇതിൻ്റെ പിന്നിൽ പ്രവർത്തിച്ച മാനേജ്മെൻറ്റിനും എല്ലാ ടീച്ചേഴ്സിനും PTA കമ്മിറ്റിക്കൊക്കെ ഹൃദയത്തിൽ നിന്നും നന്ദിയും കടപ്പാടും നമ്മളെ ഭാഗത്തുനിന്നൂടി നേരെയാണ്. അപ്പോൾ മലപ്പുറം ജില്ലയിലെ ഒതുക്കുങ്ങൽ പഞ്ചായത്തിലെ പടിഞ്ഞാറേക്കര AMLP സ്കൂളിലെ അഭിമാനകരമായി നമുക്കൊക്കെ സന്തോഷിക്കാവുന്ന ഒരുപാട് കാഴ്ചകൾ നിങ്ങളെ ഞാൻ കാണിച്ചു അല്ലേ. കൊച്ചുമക്കൾക്ക് വേണ്ടിയിട്ട് ഇവർ ഒരുക്കിയിട്ടുള്ളത്. അപ്പോൾ അതൊന്ന് ഷെയർ ചെയ്യാൻ മറക്കരുത് എല്ലാവരും കേട്ടോ.